ഹലോ ഫിസിയോ മെഡിക്കോസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഗൈസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ +1 സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പം അതിൻ്റെ ഒരു വൺ ഷോട്ട് വീഡിയോ ഫോർ ദ ക്രാഷ് കോഴ്സ് ഫോർ ദ സ്റ്റുഡൻസ് ഹു ആർ പ്രിപ്പയറിംഗ് ഫോർ നീറ്റ് 2020 ആണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടുകയും നിങ്ങൾക്ക് റെഗുലറായിട്ട് ഫോളോ ചെയ്യാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഒരു ലൈക്കും നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബും നമുക്കൊരു മോട്ടിവേഷനാണ്. നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനൊരു മോട്ടിവേഷനായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രാഷ് കോഴ്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്താണ്, മിനിമം ടൈം കൊണ്ട് മാക്സിമം കവർ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ എന്താണ് ഒരു കാര്യം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ, അതായത് ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പോലെ നമ്മൾ പറയില്ല. ഓരോ പാരഗ്രാഫിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട പോയിൻറ്റ്സ് അത് മാത്രം പറയും. നിങ്ങൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ NCERT ഒന്ന് വായിച്ച് ഒന്ന് നിങ്ങളത് തറവാക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഹ്യൂമൻസിൻ്റെ സെൽ ഡിവിഷൻ്റെ പാറ്റേൺ ആദ്യം പഠിക്കാം. നമ്മുടെ ഹ്യൂമൻസിൻ്റെ സെൽ സൈക്കിൾ എന്ന് പറയുന്നത്, നമ്മുടെ ആദ്യം ഒരു സെല്ലായിരിക്കും. ആ ഒരു സെല്ലിൽ നിന്ന് 2 സെല്ല് ഫോം ചെയ്യും. പിന്നെ 2 സെല്ലിൽ നിന്ന് വീണ്ടും 2 സെല്ല് ഫോം ചെയ്യും. അങ്ങനെ ടോട്ടൽ 4 സെല്ല് ഫോം ചെയ്യും. അപ്പം സെല്ലിൻ്റെ ഡിവൈഡിങ് പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഒരു സെല്ലായിരിക്കും, ആ സെല്ലിൽ നിന്ന് 2 സെല്ല് ഫോം ചെയ്യും, വീണ്ടും 4 ആവും, 4 8 ആവും. അങ്ങനെ ഒരു പാറ്റേണിലാണ് പോകുന്നത്. ഇങ്ങനെയാണ് ഹ്യൂമൻസിൻ്റെ സെൽ ഡിവിഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിൻ്റ് പറയുന്നത് എന്തെന്ന് നോക്കാം. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഈ സെൽ ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ സൈറ്റോപ്ലാസ്മിക് ഇൻക്രീസ് വെച്ചിട്ടാണ് പറയുകയാണെങ്കിൽ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആയിരിക്കും. അപ്പോൾ എന്താണ് നമ്മുടെ സെൽ ഗ്രോത്ത് എന്ന് പറയുന്നത് സൈറ്റോപ്ലാസ്മിക് ഇൻക്രീസ് വെച്ചിട്ട് പറയുന്നതെങ്കിൽ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആയിരിക്കും. ഇനി എന്താണ് സെൽ സൈക്കിൾ? ഒരു സെൽ ഡിവിഷനിൽ നിന്ന് അടുത്തൊരു സെൽ ഡിവിഷനിലോട്ട് പോകുമ്പോൾ സെല്ലെന്ന് പറയുന്നത് പല സ്റ്റേജസിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകും. ആ എല്ലാ സ്റ്റേജസുകളെയും ചേർത്ത് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പം അതാണ് ഇവിടെ ഈ ഒരു പാരാഗ്രാഫിൽ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഒരു അടുത്ത പാരാഗ്രാഫ്, നമ്മുടെ ഹ്യൂമൻ സെൽസ് എന്ന് പറയുന്നതാണ് ഒരു യൂക്കാരിയോട്ടിക് സെൽസാണ് ഹ്യൂമൻ സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ സെൽസ് എന്ന് പറയുന്നത് ഒരു യൂക്കാരിയോട്ടിക് സെൽസിന് എക്സാമ്പിളാണ് ഹ്യൂമൻ സെൽസ് എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ സെൽസ് എന്ന് പറയുന്നത് ഓരോ 24 മണിക്കൂർ കൂടുമ്പോൾ ഒരു പ്രാവശ്യം ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഹ്യൂമൻസിൻ്റെ സെൽ സൈക്കിൾ 24 മണിക്കൂറാണ് എന്തെന്ന് പറയുന്നത്, സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. അതിൽ ആക്ച്വൽ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് 1 മണിക്കൂർ മാത്രമാണ് ആക്ച്വൽ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. അതാണ് ഹ്യൂമൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി സെൽ സൈക്കിൾ എന്ന് പറയുന്നത് അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഓർഗാനിസം ടു ഓർഗാനിസം മാറുന്നതനുസരിച്ചും അതുപോലെ തന്നെ സെൽ ടൈപ്പ് ടു സെൽ ടൈപ്പ് മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതായത് അപ്പോൾ എന്താണ് സെൽ സൈക്കിൾ എന്ന് പറയുന്നത്, അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഓർഗാനിസം ടു ഓർഗാനിസം മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ എന്താണ് സെൽ ടൈപ്പ് ടു സെൽ ടൈപ്പ് ചേഞ്ച് ചെയ്തിരിക്കും. ഈസ്റ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവരുടെ സെൽ സൈക്കിൾ എന്ന് പറയുന്നത് ഏകദേശം 90 മിനിറ്റ് മാത്രമാണ് അവരുടെ സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. 90 മിനിറ്റാണ് ഈസ്റ്റിൻ്റെ കേസിൽ സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. അതാണ് ഈസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി എന്ന് പറയുന്നത് നമ്മുടെ സെൽ സൈക്കിളിനെ പറ്റി പറയാം. അപ്പം സെൽ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ സെൽ സൈക്കിൾ എന്ന് പറയുന്നത് മെയിൻലി 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, ഇൻ്റർഫേസ് എന്നും അടുത്തതെന്ന് പറയുന്നത് എം ഫേസസ് എന്ന് പറഞ്ഞാണ് തിരിച്ചിരിക്കുന്നത്. ഇൻ്റർഫേസ് എന്താണ്? ഇൻ്റർഫേസ് എന്ന് പറയുന്നത് പറയാം, എം ഫേസ് എന്നതിൻ്റെ വേറൊരു പേര് മൈറ്റോട്ടിക് ഫേസ് എന്നാണ് എം ഫേസിൻ്റെ വേറൊരു പേരെന്ന് പറയുന്നത്. നമ്മുടെ ഈ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ സബ് ഡിവൈഡഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, G1 ഫേസ്, അതുപോലെ തന്നെ S ഫേസ്, G2 ഫേസ്, ഇങ്ങനെയാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഇൻ്റർഫേസിനെ, എം ഫേസിനെ നമ്മൾ 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് കാരിയോകൈനേസിസ് എന്നും അടുത്തതെന്ന് പറയുന്നത് സൈറ്റോകൈനേസിസ് എന്നുമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇൻ്റർഫേസ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ സെൽ സൈക്കിളിൻ്റെ, ഹ്യൂമൻസിൻ്റെ സെൽ സൈക്കിളിൻ്റെ മോർ ദാൻ 95% എന്ന് പറയുന്നത് ആരാണ് വരുന്നത്, മോർ ദാൻ 95% എന്ന് പറയുന്നത്
ഇൻ്റർഫേസാണ് വരുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻ്റർഫേസിൻ്റെ വേറൊരു പ്രത്യേകതയെ പറ്റി പറയുകയാണെങ്കിൽ ഇൻ്റർഫേസിൽ ഞാൻ പറഞ്ഞല്ലോ G1 ഫേസ്, എസ് ഫേസ്, G2 ഫേസ് ഉണ്ടെന്ന് പറഞ്ഞു. G1 ഫേസിൻ്റെ വേറൊരു പേര് ഗ്യാപ്പ് 1 ഫേസ് എന്നാണ് അറിയപ്പെടുന്നത്. എസ് ഫേസ് എന്ന് പറയുന്നത് സിന്തറ്റിക് ഫേസ് ആണ്. G2 ഫേസ് എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് 2 ഫേസ് ആണ് G2 ഫേസ് എന്ന് പറയുന്നത്. ഇനി എം ഫേസ് എന്ന് പറയുന്നത് എം ഫേസ് അല്ലെങ്കിൽ മൈറ്റോട്ടിക് ഫേസിലാണ് ആക്ച്വൽ സൊല്യൂഷൻ അല്ലെങ്കിൽ മൈറ്റോസിസ് നടക്കുന്നത്. അപ്പം ഇതിന് അടുത്തടുത്തുള്ള രണ്ട് മൈറ്റോസിസ് അല്ലെങ്കിൽ അഡ്ജസൻറ്റ് അല്ലെങ്കിൽ സക്സസീവ് ആയിട്ടുള്ള രണ്ട് മൈറ്റോസിസിൻ്റെ ഇടയിലുള്ള ഫേസിനെ പറയുന്ന പേരാണ് എന്തെന്ന് അറിയപ്പെടുന്നത് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ഇൻ്റർഫേസ് നമ്മുടെ ഹ്യൂമൻസിൻ്റെ സെൽ സൈക്കിളിൻ്റെ മോർ ദാൻ 95% ഇവരാണ് വരുന്നത്. ഇനി എന്താണ് കാരിയോകൈനസിസ്? കാരിയോകൈനസിസ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഡിവിഷനെ പറയുന്ന പേരാണ് കാരിയോകൈനസിസ് എന്ന് പറയുന്നത്. സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത് സൈറ്റോപ്ലാസ്മിക് ഡിവിഷനാണ് സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത്. ഇനി ഇൻ്റർഫേസിൻ്റെ വേറൊരു പേരെന്ന് വെച്ചാൽ എന്താണ്? ഇൻ്റർഫേസിൻ്റെ വേറൊരു പേരെന്ന് പറഞ്ഞാൽ റെസ്റ്റിംഗ് ഫേസ് എന്നറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇൻ്റർഫേസിനെ റെസ്റ്റിംഗ് ഫേസ് എന്നറിയപ്പെടുന്നത്? അതിന് മുമ്പ് നമ്മൾ ഈ സെൽ സൈക്കിളിൻ്റെ ഫുൾ ഓർഡർ കറക്റ്റ് പറയണം, എന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് അതെന്താണ് നടക്കുന്നത്? ഇൻ്റർഫേസ് ആണ്. ഇൻ്റർഫേസിൽ ആദ്യം എന്ന് പറയുന്നത് G1 ഫേസ്, അത് കഴിഞ്ഞ് G2 ഫേസ്, അത് കഴിഞ്ഞ് എന്താണ് അത് കഴിഞ്ഞ് എസ് ഫേസ്. ഒരു മിനിറ്റ്. അപ്പോൾ എന്താണ് ആദ്യം ഇൻ്റർഫേസ് എന്ന് പറയുന്നതിൽ G1 ഫേസ് ആദ്യം, പിന്നെ എസ് ഫേസ്, പിന്നെ G2 ഫേസ്, പിന്നെ നമ്മുടെ എന്താണ് എം ഫേസ് തുടങ്ങും. എം ഫേസിൽ ആദ്യം കാരിയോകൈനേസ് ആണ്. കാരിയോകൈനേസിൽ ആദ്യം പ്രോഫേസ്, പിന്നെ മെറ്റാഫേസ്, പിന്നെ അനാഫേസ്, അതുപോലെ തന്നെ പിന്നെ ടീലോഫേസ്, അത് കഴിഞ്ഞ് സൈറ്റോകൈനേസ്. അപ്പോൾ എം ഫേസിൽ കാരിയോകൈനേസും ഉണ്ട്, സൈറ്റോകൈനേസും ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം G1 ഫേസ്, പിന്നെ എസ് ഫേസ്, പിന്നെ G2 ഫേസ്, പിന്നെ പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് ആൻഡ് സൈറ്റോകൈനേസിസ്. അപ്പോൾ നമ്മുടെ ഇത് പറഞ്ഞല്ലേ, മനസ്സിലായാലും. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇൻ്റർഫേസിനെ റെസ്റ്റിംഗ് ഫേസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഇൻ്റർഫേസിനെ റെസ്റ്റിംഗ് ഫേസ് എന്ന് അറിയപ്പെടുന്നതിന് കാരണമെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് മൈറ്റോസിസ് ഡിവിഷനും തൊട്ട് മുമ്പുള്ള ഒരു ഫേസാണ്. അപ്പം മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? എം ഫേസിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസ്, അതായത് സെൽ ഡിവിഷൻ ആയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻ നടക്കുന്നത് ഈ ഇൻ്റർഫേസിൽ വെച്ചിട്ടാണ്. അതായത് സെല്ലിൻ്റെ ഗ്രോത്ത് ആവട്ടെ, DNA റെപ്ലിക്കേഷൻ ആവട്ടെ, ഇതൊക്കെ ഓർഡർലി നടക്കുന്നത് ഇൻ്റർഫേസിൽ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് അതിനെ റെസ്റ്റിംഗ് ഫേസ് എന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ഫേസായിട്ട് പറയാം. ഫസ്റ്റ് എന്ന് പറയുന്നത് G1 ഫേസ്. G1 ഫേസ് പിന്നെ നമ്മൾ ഗ്യാപ്പ് 1 ഫേസ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് എസ് ഫേസിന് തൊട്ട് മുമ്പുള്ള ഫേസാണ്. എസ് ഫേസിൻ്റെ പ്രത്യേകതയെ പറ്റി പറയുകയാണെങ്കിൽ എസ് ഫേസ് എന്ന് പറയുന്നതിൽ നമ്മുടെ എന്താണ് DNA റെപ്ലിക്കേഷൻ അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. ഈ ഒരു ഫേസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പം അവിടെ വെച്ചിട്ടാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേഷനും നടക്കുന്നത്. സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത് എസ് ഫേസിലാണ്. അപ്പം G1 ഫേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്? ഇതെന്ന് പറയുന്നത് എം ഫേസ് അതായത് മൈറ്റോട്ടിക് ഫേസിനും എസ് ഫേസ് ഇനിസിയേഷൻ ഓഫ് DNA റെപ്ലിക്കേഷൻ ഇടയിലുള്ള ഫേസാണ്. ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് DNA റെപ്ലിക്കേഷൻ തൊട്ട് മുമ്പുള്ള ഫേസാണ്. അപ്പം DNA റെപ്ലിക്കേഷനായിട്ടുള്ള എൻസൈംസ്, അതുപോലെ തന്നെ DNTPs, ATP അതിൻ്റെ സിന്തസിസൊക്കെ ഇവിടെ വെച്ചിട്ട് നടക്കുന്നത്. ഇത് മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസാണ് ഈ ഒരു ഫേസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഫേസിൽ എന്താണ് സെൽ ഗ്രോത്ത് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്, പക്ഷേ DNA റെപ്ലിക്കേഷൻ ആബ്സെൻ്റ് ആണ്. പിന്നെ മോസ്റ്റ് ഓഫ് ദി ഓർഗൻസിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ ഈ ഒരു ഫേസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് G2 ഫേസ്, എസ് ഫേസ്. എസ് ഫേസ് നമ്മൾ എന്താണെന്ന് അറിയപ്പെടുന്നു? സിന്തറ്റിക് ഫേസ് എന്നാണ് എസ് ഫേസിൻ്റെ വേറൊരു പേരെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഫേസിൻ്റെ പ്രത്യേകത എന്താണ്? എസ് ഫേസ് സിന്തറ്റിക് ഫേസ് എന്നറിയപ്പെടുന്നു. ഈ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അനിമൽസിൽ DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ അകത്തും സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സൈറ്റോപ്ലാസത്തിൻ്റെ അകത്ത് വെച്ചിട്ട് ഈ ഒരു ഫേസിൽ നടക്കും. അപ്പം ആദ്യം എന്ന് പറയുന്നത് ക്രോമസോമിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ക്രോമസോമിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഒരു സെല്ലിൽ 2n ആണെന്ന് വിചാരിച്ചു. എസ് ഫേസ് കഴിയുമ്പം ക്രോമസോമിൻ്റെ നമ്പറിൽ ചേഞ്ച് ഒന്നും വരില്ല, 2n തന്നെയായിരിക്കും. പക്ഷേ ഇനിഷ്യൽ DNA പെർ സെൽ ഇനിഷ്യൽ DNA കണ്ടൻറ്റ് പെർ സെല്ല് ആദ്യം 2C ആണെങ്കിൽ എസ് ഫേസ് കഴിയുമ്പം അതെന്ന് പറയുന്നത് 4C ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ക്രോമസോം കണ്ടൻറ്റ് പെർ സെൽ എന്ന് പറഞ്ഞാൽ ഡബിൾ ആകും. ഇനി അടുത്തതെന്ന് പറയുന്നത് മൂന്നാമത്തെ ഫേസ് G2 ഫേസ്. അപ്പം G2 ഫേസിൻ്റെ പ്രത്യേകത എന്താണ്? G2 ഫേസിൻ്റെ പ്രത്യേകതയെ പറ്റി പറയുകയാണെങ്കിൽ G2 ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ എം ഫേസിന് തൊട്ട് മുമ്പുള്ള ഒരു ഫേസാണ്.
അപ്പോൾ എം ഫേസിലാണ് നമുക്ക് സ്പിൻഡിൽസൊക്കെ മൈക്രോ ഡിവിഷൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ സ്പിൻഡിൽസ് ഉണ്ടാക്കിയിരിക്കുന്ന ട്യൂബിലിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കൊണ്ടാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസ്, ട്യൂബിലിൻ പ്രോട്ടീനിൻ്റെ പ്രിപ്പറേഷൻസ് നടക്കുന്നത് ഈ G2 ഫേസിൽ വെച്ചിട്ടാണ്. ട്യൂബിലിൻ പ്രോട്ടീൻ്റെ പ്രിപ്പറേഷൻസ് നടക്കുന്നത് G2 ഫേസിൽ വെച്ചിട്ടാണ് ട്യൂബിലിൻ പ്രോട്ടീൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്നത്. പിന്നെ ഈ ഒരു ഫേസിൽ സെൽ എന്ന് പറയുന്നത് ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, സൈറ്റോപ്ലാസ്മിക് ഗ്രോത്ത് എന്ന് പറയുന്നത് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ സെൽ ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, സൈറ്റോപ്ലാസ്മിക് ഗ്രോത്ത് എന്ന് പറയുന്ന സീൻ കാണപ്പെടുന്നുണ്ട്. ഇത് ഇത്രയാണ് G2 ഫേസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം പറയാം. അടുത്തൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തൊരു സ്റ്റേജിനെ പറ്റിയാണ്. അത് G0 സ്റ്റേജ് അല്ലെങ്കിൽ ക്വിസൻ സ്റ്റേജ് എന്നറിയപ്പെടുന്നു. അതിൻ്റെ പ്രത്യേകതയെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് ചില അനിമൽസിലാണെങ്കിൽ, സം അഡൽട്ട് അനിമൽസിൽ സം സെൽസ് അവരെന്ന് പറയുന്നത് അവർ ഫർദർ ഡിവൈഡ് ചെയ്യില്ല. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഹാർട്ട് സെൽസ് ആണ്. പിന്നെ മെനി സെൽസ് എന്ന് പറയുന്നത് ഒക്കേഷണലി മാത്രമേ ഡിവൈഡ് ചെയ്യുള്ളൂ. എന്തിനെന്ന് വെച്ചാൽ ഈ സെൽ ഡെത്ത് ഒന്ന് നശിച്ചു പോയ സെൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് പറ്റിയ സെൽസിനെയൊക്കെ റീപ്ലേസ് ചെയ്യാൻ മാത്രമേ ഡിവൈഡ് ചെയ്യുള്ളൂ. ഈ സെൽസ് എന്ന് പറയുന്നത് മെറ്റബോളിക്കലി ആക്റ്റീവാണ്, അവർ ഇന്നാക്റ്റീവാണ്. ഇവരെന്ന് പറയുന്നത് G1 ഫേസിൽ ഗ്രോത്തൊക്കെ അറ്റൈൻ ചെയ്തിട്ട് പിന്നെ അവർ ഫർദർ ഡിവൈഡ് ചെയ്യില്ല. G1 ഫേസിൽ എക്സിസ്റ്റ് ചെയ്തിട്ട് അവർ ഇന്നാക്റ്റീവ് സ്റ്റേജിലോട്ട് പോകും. G0 സ്റ്റേജ് അല്ലെങ്കിൽ ക്വിസൻ സ്റ്റേജ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇവരെന്ന് പറയുന്നത് മെറ്റബോളിക്കലി ആക്റ്റീവാണ്, ഡിവൈഡ് ചെയ്യാൻ അത്യാവശ്യമുള്ള സമയത്ത് മാത്രമേ ഡിവൈഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഇതാണ് ക്വിസൻ സ്റ്റേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു പാരഗ്രാഫ് പറയുന്നത്, ആ ഒരു പോയിൻ്റാണ്. ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അനിമൽസിൻ്റെ കേസ് എടുക്കുമ്പോൾ അനിമൽസിലാണെങ്കിൽ മൈറ്റോസിസ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് സെൽസിൽ മാത്രമാണ് കാണപ്പെടുന്നത്. പ്ലാന്റ്സിൽ മൈറ്റോസിസ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് സെൽസിലും അതുപോലെ തന്നെ ഹാപ്ലോയിഡ് സെൽസിലും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ എം ഫേസ് മൈറ്റോട്ടിക് ഫേസിലോട്ട് പോവുകയാണ്. മൈറ്റോട്ടിക് ഫേസ് നമ്മൾ മൈറ്റോസിസ് എന്ന് അറിയപ്പെടുന്നു. മൈറ്റോസിസ് എന്ന് അറിയപ്പെടുന്നു. മൈറ്റോസിന് ഇക്വേഷണൽ ഡിവിഷൻ എന്നാണ് വേറൊരു പേരെന്ന് പറയുന്നത്. അതിന് ഇക്വേഷണൽ ഡിവിഷൻ എന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ക്രോമസോം കണ്ടൻറ്റ് എന്ന് പറയുന്നത്, ക്രോമസോമിൻ്റെ നമ്പർ എന്ന് പറയുന്നത് പാരൻറ്റിലും അതുപോലെ തന്നെ ആ പാരൻറ്റിൽ നിന്ന് ഫോം ചെയ്ത് വന്ന സെൽസിൽ നിന്നും ക്രോമസോമിൻ്റെ നമ്പർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പം ഇതിലെന്ന് പറയുന്നത് 4 സ്റ്റേജസാണ് കാണപ്പെടുന്നത്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, അങ്ങനെ 4 സ്റ്റേജാണ് കാണപ്പെടുന്നത്. ഫസ്റ്റ് നമുക്ക് പ്രോഫേസ് തുടങ്ങാം. അപ്പം പ്രോഫേസിൻ്റെ പ്രത്യേകതയെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്? ഈ ഒരു ഫേസിൽ വെച്ചിട്ടാണെങ്കിൽ ദ ഇനിസിയേഷൻ ഓഫ് കണ്ടൻസേഷൻ ഓഫ് ക്രോമസോം മെറ്റീരിയൽസിൻ്റെ കണ്ടൻസേഷൻ ഈ ഒരു ഫേസിൽ ബിഗിൻ ചെയ്യും. പിന്നെ ക്രോമസോം മെറ്റീരിയൽ ആയിട്ടുള്ള ക്രൊമാറ്റിൻ അല്ലെങ്കിൽ ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയുന്നത് കണ്ടൻസ് ആൻഡ് ബിക്കം ക്രോമസോം. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ക്രോമസോമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ 2 ക്രൊമാറ്റിഡ് കാണും. ഇങ്ങനെ ഇരിക്കുന്ന ക്രോമസോം കാണപ്പെടുന്നത് 2 ക്രൊമാറ്റിഡ് കാണും ഉണ്ടാകുന്ന ക്രോമസോമിൽ. പിന്നെ എന്ന് പറയുന്നത് എസ് ഫേസിൽ സെൻട്രിയോൾ ഫോം ചെയ്തല്ലോ, സെൻട്രിയോൾ അല്ലെങ്കിൽ സെൻട്രോസോം ഫോം ചെയ്ത് അവർ ഓപ്പോസിറ്റ് പോളിലോട്ട് പോകും. എന്നിട്ട് അവിടെ നിന്ന് 2 ആസ്റ്റേഴ്സും കുറേ സ്പിൻഡിൽ ഫൈബേഴ്സും ഫോം ചെയ്യും. അവരെല്ലാം ചേർത്ത് പറയുന്നതാണ് മൈറ്റോട്ടിക് അപ്പാരറ്റസ് എന്നറിയപ്പെടുന്നത്. ഇനി ആസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അവർ മൈക്രോ ട്യൂബ്യൂളാണ്, അവർ പ്രോട്ടീൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മൈക്രോ ട്യൂബ്യൂളാണ്, പ്രോട്ടീനാണ്. ഒരു സെൻട്രോസോമിൻ്റെ അത് 2 സെൻട്രിയോളാണ് കാണപ്പെടുന്നത്. അപ്പം എസ് ഫേസ് വെച്ച് സെൻട്രോസോമിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുമെന്നാണ് പറയുന്നത്. ഇനി പ്രോഫേസിൻ്റെ എൻഡിൽ എന്ത് സംഭവിക്കും? ന്യൂക്ലിയോളജി പോവും, ന്യൂക്ലിയർ മെമ്പറൈന് പോവും, അതുപോലെ തന്നെ എന്ത് പോവും? നമ്മുടെ ഗോൾജി കോംപ്ലക്സ്, അതുപോലെ തന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമൊക്കെ ഡിസപ്പിയർ ചെയ്യും. പിന്നെ ഇവിടെ ന്യൂക്ലിയർ മെമ്പറൈൻ ഡിസപ്പിയർ ചെയ്യുന്നതുകൊണ്ട് പാർഷ്യലായിട്ട് മാത്രമേ ഡിസപ്പിയർ ഉള്ളൂ. ഇതാണ് പ്രോഫേസിൻ്റെ പ്രത്യേകതകളെ പറ്റി പറയുന്നത്. പിന്നെ എസ് ഫേസിൽ വെച്ചിട്ട് നമ്മൾ DNA റെപ്ലിക്കേറ്റ് ചെയ്ത് DNA ഫോം ചെയ്തില്ലേ. അപ്പം എസ് ഫേസിലും G2 ഫേസിലും ഉണ്ടായ DNA മോളിക്യൂൾ എന്ന് പറയുന്നത് ഡിസ്റ്റിൻ്റ് അല്ല, അതായത് വേർതിരിഞ്ഞല്ല അവർ കാണപ്പെടുന്നത്, അവർ ഇൻ്റർവൈൻഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോകാം. അടുത്തതിലെന്ന് പറയുന്നത് എം ഫേസ് എന്ന് പറയുന്നത് മൈറ്റോട്ടിക് ഫേസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എം ഫേസിൽ മെറ്റാഫേസിൽ നമ്മൾ എന്താണ് അറിയപ്പെടുന്നത്? മെറ്റാഫേസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് മെറ്റാഫേസ്? അപ്പോൾ മെറ്റാഫേസ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ മെമ്പറൈനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ചെയ്യും. അപ്പോൾ ന്യൂക്ലിയർ മെമ്പറൈൻ കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ചെയ്യുമ്പം ക്രോമസോം എന്ന് പറയുന്നത് സൈറ്റോപ്ലാസ്മിൽ ഇങ്ങനെ സ്പ്രെഡ് ആകും. പിന്നെ ക്രോമസോമിൻ്റെ കണ്ടൻസേഷൻ ഈ ഒരു ഫേസിൽ വെച്ച് കംപ്ലീറ്റ് ആയതാണ്. ക്രോമസോമിൻ്റെ കണ്ടൻസേഷൻ ഈ ഒരു ഫേസിൽ വെച്ച് കംപ്ലീറ്റ് ആയതാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രോമസോമിനെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ നമുക്ക് നല്ലപോലെ ഈസിലി വിസിബിളായിട്ട് കാണാൻ പറ്റും. പിന്നെ ക്രോമസോമിൻ്റെ മോർഫോളജി നമ്മൾ ഈ ഒരു ഫേസിലാണ് പഠിക്കുന്നത്. പിന്നെ നമ്മളൊരു ക്രോമസോം എടുക്കുമ്പോൾ ഇതാണ് ഒരു ക്രോമസോം എന്ന് വിചാരിച്ചോ. ഇതാണ് എൻ്റെ സെൻട്രോമിയർ. 2 സൈഡിലായിട്ടൊരു സാധനം കാണും, അതിനാണ് കൈനറ്റോകോർ എന്ന് പറയുന്നത്. അപ്പം കൈനറ്റോകോർ എന്ന് പറയുന്നത് സ്പിൻഡിൽ ഫൈബേഴ്സിനെ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു സൈറ്റാണ്.
അപ്പം ഈ സ്പിൻഡിൽ സോൺ ഈ കൈനറ്റോകോറിൽ അറ്റാച്ച് ചെയ്തിട്ട് ക്രോമസോമിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ട് ഇങ്ങനെ ഇതാണ് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്ന പടമാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്ന പടമാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയിട്ടാണെങ്കിൽ എന്ത് ചെയ്യും, അതെന്ന് പറയുന്നത് സെല്ലിൻ്റെ ഇക്വിറ്റോറിയൽ റീജിയൻ, അതായത് ഈ ഒരു റീജിയൻ ഇക്വിറ്റോറിയൽ റീജിയനിൽ അറേഞ്ച് ചെയ്യും. അപ്പോൾ ഒരു സാധനം ഫോം ചെയ്യും. ആ ഒരു സാധനത്തിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, മെറ്റാഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെയാണ് മെറ്റാഫേസ് പ്ലേറ്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ മെറ്റാഫേസ് പ്ലേറ്റ് കാണപ്പെടുന്നത് എവിടെ വെച്ചിട്ടാണ്, മെറ്റാഫേസിലാണ് കാണപ്പെടുന്നത്. ഇനി അടുത്ത ഫേസ് എന്ന് പറഞ്ഞാൽ അനാഫേസാണ് അടുത്ത് പറയാനുള്ളത്. എന്താണ് അനാഫേസ്? അപ്പം ഈ ക്രോമസോംസ് എന്ന് പറയുന്നത് നോക്കിക്കോ, ഈ ക്രോമസോംസ് നമ്മൾ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ്ട ഈ ക്രോമസോംസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇക്വിറ്റോറിയൽ റീജിയനിൽ അറേഞ്ച് ചെയ്തിരിക്കില്ലേ. അപ്പം അനാഫേസിൽ വെച്ചിട്ട് ഈ ഒരു ക്രോമസോംസ് തന്നെ എന്താണ് ഈ ഇങ്ങനെ ഇക്വിറ്റോറിയൽ റീജിയനിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്രോമസോംസ് അവരെന്ന് പറയുന്നത് അവരുടെ സെൻട്രോമിയറിൽ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യും. സൈമൾസ് അതിൻ്റെ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്യും. അപ്പോൾ ഒരു ക്രോമസോമിൽ നിന്ന് 2 ക്രോമാറ്റിഡ് ഫോം ചെയ്യും. ഒരു ക്രോമസോമിൻ്റെ തന്നെ 2 ക്രോമാറ്റിഡുകളെ പറയുന്ന പേരാണ് സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് പറയുന്നത്. എന്നിട്ട് അവരിങ്ങനെ കട്ട് ചെയ്തിട്ട് അവർ സ്റ്റാർട്ട് ടു മൂവ് ടുവേഴ്സ് ഓപ്പോസിറ്റ് പോൾ. അവരെന്ന് പറയുന്നത് ഓപ്പോസിറ്റ് പോളിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ആ മൂവ് ചെയ്യുമ്പോൾ ഓരോ ക്രോമാറ്റിഡ് ഫോം ചെയ്യില്ലേ അവരുടെ സെൻട്രോമിയർ എന്ന് പറയുന്ന പോളിനെ ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. അതിനെ ലീഡിങ് എഡ്ജ് എന്ന് പറയുന്നത്. അപ്പം അനാഫേസ് സ്റ്റേജിൽ അങ്ങനെ ഒരു ഇതാണ് നടക്കുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത് അനാഫേസ് സ്റ്റേജിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ അനാഫേസിൻ്റെ കറക്റ്റ് പടം ഞാൻ കാണിച്ചു തരാം. അനാഫേസിൻ്റെ കറക്റ്റ് പടം ഇതാണ്. ഇതാണ് നമ്മളിപ്പോൾ വരച്ചത്. ഓക്കെ. ഇനി അടുത്ത ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ടീലോഫേസ് ആണ്. അപ്പോൾ എന്താണ് ടീലോഫേസ്? ടീലോഫേസ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് നമ്മുടെ ക്രോമസോം എന്ന് പറയുന്നത് കണ്ടൻസ് ചെയ്ത് ക്രോമാറ്റിൻ റെറ്റിക്കുലം കണ്ടൻസ് ചെയ്തിലെ ക്രോമസോമായത്. ക്രോമസോം എന്ന് പറയുന്നത് ഡീകണ്ടൻസ് ചെയ്യും. അപ്പം ഡീകണ്ടൻസ് ചെയ്യുമ്പോൾ അവർ ഐഡൻറ്റിറ്റി അവർക്ക് ലോസ് ചെയ്യും. അപ്പം ഐഡൻറ്റിറ്റി ലോസ് ചെയ്യും. പിന്നെ ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത് ഡിസപ്പിയർ ചെയ്യും, റീഅപ്പിയർ ചെയ്യും. ന്യൂക്ലിയോലസ് വരും, ന്യൂക്ലിയർ മെംബ്രെയിൻ വരും, ഗോൾജി കോംപ്ലക്സ് വരും. അതുപോലെ തന്നെ എന്താ എൻഡോപ്ലാസം റെറ്റിക്കുലം വരും. ഇത് ഇത്രയും നടക്കും. ഇനി അടുത്ത ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് സൈറ്റോപ്ലാസം ഡിവിഷൻ, അതായത് സൈറ്റോകൈനേസ് നടക്കുന്നത്. അപ്പം അനിമൽസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പെരിഫറി, ഈ ഒരു റീജിയൻ, ഒരു സെല്ലിൻ്റെ ഔട്ടർ റീജിയനെ പറയുന്ന പേരാണ് പെരിഫറി എന്ന് പറയുന്നത്. ഇന്നർ റീജിയനെ പറയുന്നത് സെൻറ്റർ എന്നറിയാം. അപ്പോൾ പെരിഫറിയിൽ നിന്ന് ഒരു ഫോറോ പോലെ, ഒരു കുഴി പോലെ ഇങ്ങനെ ഫോം ചെയ്യും, 2 സൈഡിൽ നിന്നും ഫോം ചെയ്യും. ആ ഫോറോ ഇങ്ങനെ വളർന്ന് ടച്ച് ചെയ്തിട്ട് 2 സെല്ലാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം അനിമൽസിലാണെങ്കിൽ ഫോറോ ഫോർമേഷൻ വഴിയാണ് പെരിഫറി ടു സെൻറ്ററിലോട്ടാണ് നടക്കുന്നത്. പക്ഷേ പ്ലാന്റ്സിലാണെങ്കിൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. പ്ലാന്റ്സിലാണെങ്കിൽ ഇതാണ് സെല്ലെന്ന് വിചാരിച്ചോ, സെൻറ്ററിൽ ഒരു സെൽ പ്ലേറ്റ് എന്ന് പറയുന്ന സാധനം ഫോം ചെയ്യും. അത് 2 സൈഡിലോട്ട് ഇങ്ങനെ വളരും. എന്നിട്ട് അത് ടച്ച് ചെയ്ത് 2 സൈഡിലോട്ട് ടച്ച് ചെയ്ത് 2 സെല്ലാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഈ ആനിമൽസിൻ്റെ ഈ പ്ലാന്റ്സിൻ്റെ സെൽ പ്ലേറ്റ് എന്ന് പറയുന്നത് എന്തിനാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അത് മിഡിൽ ലാമല്ലയാണ്. മിഡിൽ ലാമല്ല എന്താണെന്ന് വെച്ചാൽ അടുത്തടുത്തുള്ള സെൽസിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന മിഡിൽ ലാമല്ലയാണ് ആരെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്, സെൽ പ്ലേറ്റ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. മിഡിൽ ലാമല്ല എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വെച്ചാൽ കാൽഷ്യം പെപ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് കൊണ്ടാണ് മിഡിൽ ലാമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ സം ഓർഗാനിസത്തിലാണെങ്കിൽ എന്താണ് കാരിയോകൈനസിസ് കഴിഞ്ഞാൽ സൈറ്റോകൈനസിസ് കാണില്ല. അപ്പോൾ ഒരു സെല്ലിൽ തന്നെ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ഒക്കെ അറേഞ്ച് ചെയ്യാം. അതിനാണ് നമ്മൾ സിൻസീഷൻ എന്നറിയപ്പെടുന്നത്. ലിക്വിഡ് എൻഡോസ്പേം ഓഫ് കോക്കണിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ സം ഓർഗാനിസത്തിൽ കാരിയോകൈനസിസ് നോട്ട് ഫോളോഡ് ബൈ സൈറ്റോകൈനസിസ്. ഓക്കെ. അപ്പോൾ അതാണ് സിൻസീഷ്യം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ് പറയാം. അത് ഇമ്പോർട്ടൻ്റ് ആണ് സം പോയിൻ്റ് ഓഫ് വ്യൂവിൽ. ഓക്കെ. അപ്പോൾ എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ്? അപ്പോൾ മൈറ്റോസിസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? മൈറ്റോസിസ് എന്ന് പറയുന്നത് അനിമൽസിൽ മൈറ്റോസിസ് യൂഷ്വലി റെസ്ട്രിക്റ്റഡ് ടു ഡിപ്ലോയിഡ് സെൽസ്, അതായത് അവർ ഡിപ്ലോയിഡ് സെൽസിലോട്ട് മാത്രം നടക്കാനായിട്ടാണ് മൈറ്റോസിസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ സം ലോവർ പ്ലാന്റ്സിൻ്റെ കേസിലും സം സോഷ്യൽ ഇൻസെൽസിൻ്റെ കേസിലും മൈറ്റോസിസ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് സെൽസിലും നടക്കുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് നടക്കുന്നത്? സം ലോവർ പ്ലാന്റ്സിലും സം സോഷ്യൽ ഇൻസെൽസിൻ്റെ കേസിലും. ഓക്കെ. പിന്നെ മൈറ്റോസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് മൈറ്റോസ് വഴിയാണ്. അപ്പോൾ സെല്ലെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും? അവരുടെ ന്യൂക്ലിയോ സൈറ്റോപ്ലാസം റേഷ്യോ എന്ന് പറയുന്നത് ഡിസ്റ്റർബ് ചെയ്യും. അപ്പം ന്യൂക്ലിയോ സൈറ്റോപ്ലാസം ഡിസ്റ്റർബ് ചെയ്ത റേഷ്യോനെ റീസ്റ്റോർ ചെയ്യാനായിട്ടാണ് ഇന്ന് സെൽ ഡിവിഷൻ അല്ലെങ്കിൽ മൈറ്റോസിസ് എന്ന് പറയുന്നത് നടക്കുന്നത്. ഇനി നമ്മുടെ സ്കിന്നിൻ്റെ എപ്പിഡെർമിസ് ആവട്ടെ, അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഗട്ടിൻ്റെ ഇന്നർ ലൈനിങ് ആവട്ടെ, അതുപോലെ തന്നെ ബ്ലഡ് സെൽസ് ആവട്ടെ, ഇവരൊക്കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ്ലി റീപ്ലേസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഇവരെന്ന് പറയുന്നത് മൈറ്റോസ് വഴിയാണ് റീപ്ലേസ് ചെയ്യുന്നത്. ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവരുടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുന്നത് മൈറ്റോസ് വഴിയാണ്. അപ്പോൾ അവർക്ക് അപ്പിക്കൽ ക്യാമ്പിയം ഉണ്ട്, ലാറ്ററൽ ക്യാമ്പിയം ഉണ്ട്. അപ്പോൾ ത്രൂ ഔട്ട് ദ ലൈഫ് അവരെ വളരാൻ സഹായിക്കുന്നത് മൈറ്റോട്ടിക് ഡിവിഷനാണ് സഹായിക്കുന്നത്.
ഇനി മിയോസിസിൻ്റെ വേറൊരു പേരെന്ന് പറയുന്നത് റിഡക്ഷൻ ഡിവിഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് ആദ്യം പാരന്റിൽ എത്ര ക്രോമോസോം ഉണ്ടായിരുന്നോ അതിൻ്റെ പകുതി ക്രോമോസോം മാത്രമേ പുതിയ ഉണ്ടാകുന്ന സെല്ലിൽ കാണുള്ളൂ. അതുകൊണ്ടാണ് റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ മെയിൻലി 2 സ്റ്റേജാണ് കാണപ്പെടുന്നത്. ഒന്ന് മിയോസിസ് 1ഉം ഒന്ന് മിയോസിസ് 2. മിയോസിസ് 2വിനാണ് നമ്മൾ ആക്ച്വലി റിഡക്ഷൻ ഡിവിഷൻ എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷണൽ ഡിവിഷൻ എന്നറിയപ്പെടുന്നത്. കാരണം രണ്ടാമത്തേന്ന് പറയുന്നത് മൈറ്റോസിസിന് സിമിലർ ആണ്. ഓക്കെ, ഇനി മിയോസിസ് 1 എന്ന് പറയുന്നത് ഇനിഷ്യേറ്റഡ് ആകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ എസ് ഫേസ് കഴിഞ്ഞിട്ടാണ് ഇനിഷ്യേറ്റഡ് ആകുന്നത്. ഇതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് ആദ്യം G1, പിന്നെ എന്ന് പറയുന്നത് എസ് ഫേസ്, പിന്നെ G2 ഫേസ്, മിയോസിസ് 1, സൈറ്റോകൈനസ് 1, മിയോസിസ് 2, സൈറ്റോകൈനസ് 2 ആണ്. അപ്പോൾ മിയോസിസ് 1 ഈസ് ഇനിഷ്യേറ്റഡ് ആഫ്റ്റർ എസ് ഫേസ് ആൻഡ് G2 ഫേസ്. ഓക്കെ, പിന്നെ മിയോസിസിലാണെങ്കിൽ ഇൻവോൾവ് പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്. അവിടെ പിന്നെ റീകോമ്പിനേഷൻ ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡോ ഹോമോലോഗസ് ക്രോമസോം ഉണ്ട്. പിന്നെ മിയോസിസ് 2 കഴിയുമ്പം 4 സെല്ല് ഫോം ചെയ്യുന്നുണ്ട്. മിയോസിസ് 2 കഴിയുമ്പം അതെല്ലാവരും എന്താണ് ഹാപ്ലോയിഡാണ്. അവർ നമ്മൾ ഹാപ്ലോയിഡ് സെൽസാണ് എൻഡ് ഓഫ് മിയോസിസ് 2ൻ്റെ എൻഡിൽ ഫോം ചെയ്യുന്നത്. ഇനി നമ്മൾ മിയോസിസ് 1ലെ പ്രോഫേസിലെ ഫസ്റ്റ് സ്റ്റേജ് പ്രോഫേസ് 1നെ പറ്റി പഠിക്കാം. അപ്പം പ്രോഫേസ് 1ലാണെങ്കിൽ നമ്മൾ എന്താണ് പല സ്റ്റേജുകളാണ് കാണപ്പെടുന്നത്. നമ്മൾ പഠിക്കാനുള്ള കോഡ് ഞാൻ പറഞ്ഞാൽ ലേസി പഠിപ്പിടെ ലിസി പാടിപ്പിടെ എന്നാണ് നമ്മൾ ഒരു നിമോണിക്സ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസ്. അപ്പം ലെപ്റ്റോട്ടീൻ സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിലാണ് ബോക്കർ സ്റ്റേജ് കാണപ്പെടുന്നത്. ഇവിടെ വെച്ച് നമ്മൾ ക്രോമസോം നമുക്ക് ഗ്രാജുവലി വിസിബിളായി തുടങ്ങും. പിന്നെ ത്രൂ ഔട്ട് ദി ലെപ്റ്റോട്ടീൻ സ്റ്റേജും കോമ്പാക്ഷൻ ഓഫ് ക്രോമസോം എന്ന് പറയുന്നത് കാണപ്പെടുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സൈഗോട്ടീനാണ്. സൈഗോട്ടീൻ സിനാപ്സിസ് എന്ന് പറയുന്ന ഫിനോമിനൻ നടക്കും. അതെന്താണ് സിനാപ്സിസ്? സിനാപ്സിസ് എന്ന് പറയുന്നത് പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസിനെയാണ് സിനാപ്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ സിനാപ്സിസിൻ്റെ ഭാഗമായിട്ട് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഉണ്ടാവും. അവർ ബൈവാലൻ്റ് ആണ്, 2 ക്രോമസോം കാണും. പക്ഷേ അതിൽ 4 ക്രോമാറ്റിഡ് നമുക്കിപ്പോൾ ഈസിലി വിസിബിളായിട്ട് കാണാൻ കഴിയില്ല. അതിൽ സൈഗോട്ടീനിലുള്ള ബൈവാലിനുള്ള 4 ക്രോമാറ്റിഡ് നമുക്ക് ഈസിലി വിസിബിളായിട്ട് കാണാൻ കഴിയില്ല. അവരൊരു ഡയാഡിൻ്റെ ഫോമിലാണ് കാണപ്പെടുന്നത്. അപ്പം ആദ്യത്തെ 2 സ്റ്റേജ്, അതായത് ലെപ്റ്റോട്ടീനും സൈഗോട്ടീനും ഷോർട്ട് ലീവ്ഡാണ്. പാക്കറ്റീൻ എന്ന് പറയുന്നത് അടുത്ത സ്റ്റേജാണ് പാക്കറ്റീൻ എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടെ ആ ഒരു സ്റ്റേജിൽ നമ്മുടെ ബൈവാലിൻ്റെ 4 ക്രോമാറ്റിഡും നല്ല ഈസിലി വിസിബിളായിട്ട് കാണാൻ കഴിയും. അവരുടെ ടെട്രാഡ് അവിടെയാണ് കാണപ്പെടുന്നത്. പിന്നെ പാക്കറ്റീൻ്റെ പ്രത്യേകത അതാണ്. പിന്നെ പാക്കറ്റീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേറൊരു പ്രത്യേകത പറ്റി പറയുകയാണെങ്കിൽ റീകോമ്പിനേഷൻ നടക്കും. അതായത് റീകോമ്പിനേഷൻ നടന്ന് റീകോമ്പിനേഷൻ നൊഡ്യൂൾ ഫോം ചെയ്യും. റീകോമ്പിനേഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് വെച്ചാൽ ക്രോസിംഗ് ഓവർ വഴിയാണ്. ക്രോസിംഗ് ഓവർ ഇസ് ദ എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ് ഓഫ് ക്രോമസോംസ്. അതിലൊരു എൻസൈമാണ് റീകോമ്പിനേഷൻ എന്നാണ് എൻസൈം എന്ന് പറയുന്നത്. റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് പാക്കറ്റീൻ്റെ അവസാനം കംപ്ലീറ്റ് ആവും. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഡിപ്ലോട്ടീനാണ്. ഡിപ്ലോട്ടീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സിനാപ്റ്റോണിക് കോംപ്ലക്സ് എന്ന് പറയുന്നതിൻ്റെ ഡിസൊല്യൂഷൻ നടക്കും. അവരെന്ന് പറയുന്നത് ക്രോസിംഗ് ഓവർ നടന്ന സ്ഥലം ഒഴിച്ച് ബാക്കി എല്ലാവരും ഇങ്ങനെ പരസ്പരം സെപ്പറേറ്റ് ആവും. അപ്പോൾ സെപ്പറേറ്റ് ആയി കഴിയുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ അവരെന്ന് പറയുന്നത് ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ഫോം ചെയ്യും. ആ എക്സ് ഷേപ്ഡ് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് കയാസ്മ എന്നറിയപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത പറ്റി പറയുകയാണെങ്കിൽ സം വെർട്ടിബ്രേറ്റിൻ്റെ കേസിലെടുക്കുമ്പം അവരുടെ സൈറ്റിലാണെങ്കിൽ ഡിപ്ലോട്ടീൻ സൈൻ മാസങ്ങളോളം വർഷങ്ങളോളം ഒക്കെ നിൽക്കുന്നവരുണ്ട്. പിന്നെ ഡയാകൈനസിസ് എന്ന് പറയുന്നത് ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മ ഈ ഒരു ടൈമിലാണ് നടക്കുന്നത്. പിന്നെ ക്രോമസോം ഫുള്ളായിട്ട് കണ്ടൻസ് ചെയ്യും. പിന്നെ ഇതെന്ന് പറയുന്നത് പ്രോഫേസ് 1ൻ്റെ ഒരു അവസാനത്തെ ലാസ്റ്റ് സ്റ്റേജാണ്. അതായത് പ്രോഫേസിന് സിമിലർ ആയിട്ടാണ്. മൈറ്റോസിസ് പിന്നിൽ വരും, ന്യൂക്ലിയർ ഡിസപ്പിയർ ചെയ്യും, ന്യൂക്ലിയർ മെമ്പറൈൻ ഡിസപ്പിയർ ചെയ്യും. ഇതൊക്കെയാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് മെറ്റാഫേസിലുള്ള ട്രാൻസിഷനാണ് കാണിക്കുന്നത്. പിന്നെ ഈ ഒരു ഫേസിൽ വെച്ചിട്ടാണ് ഈ മെറ്റാഫേസ് 1ലെ പ്രത്യേകത എന്ന് വെച്ചാൽ ബൈവാലൻ്റ് എന്ന് പറയുന്നത് വന്നിട്ട് സെൻട്രോമിയറിലല്ല, ബൈവാലൻ്റ് ഒന്ന് ഇക്വറ്റോറിയൽ റീജിയനിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യും.
എന്നിട്ട് അവരുടെ 2 ക്രോമസോമായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അവർ ഓപ്പോസിറ്റ് പോളിലോട്ട് ഇങ്ങനെ പോകും. ഓപ്പോസിറ്റ് പോളിലോട്ട് ഇങ്ങനെ പോയിട്ടാണെങ്കിൽ നമുക്ക് 2 സെല്ല് കിട്ടും മിയോസിസ് 1 കഴിയുമ്പോൾ. ഇനി മിയോസിസ് 2 എന്ന് പറയുന്നത് മൈറ്റോസിസിനെ പോലെയാണ്. അപ്പോൾ നിങ്ങളത് മൈറ്റോസിസ് അറിയാമെന്നുള്ള ഒരാൾക്കാണെങ്കിൽ വായിച്ചാൽ മനസ്സിലാവും. അപ്പം ഇതിൻ്റെ എന്താണ് നമ്മുടെ ഇൻ്റർകൈനേസിസ് എന്ന് പറയുന്നത് അടുത്തടുത്തുള്ള മിയോസിസിൻ്റെ ഇടയിലുള്ള ഒരു ഫേസിനെ പറയുന്ന പേരാണ് ഇൻ്റർകൈനേസിസ് എന്ന് പറയുന്നത്. ഇൻ്റർകൈനേസിസ് എന്ന് പറയുന്നത് ഷോർട്ടാണ് ഇൻ്റർകൈനേസിസ് എന്ന് അറിയപ്പെടുന്നത്. പിന്നെ പ്രോഫേസ് 1 എന്ന് പറയുന്നത് പ്രോഫേസ് 2വിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ കോംപ്ലക്സ് ആണ്, നല്ല കോംപ്ലക്സ് ആണ്. പിന്നെ മെനി കേസസിൽ ക്രോമസോം അണ്ടർഗോ സം ഡിസ്പോഷൻ ഡു നോട്ട് റീച്ച് എക്സ്ട്രീംലി എക്സ്റ്റെൻഡഡ് സ്റ്റേജ് ഓഫ് ഇൻ്റർഫേസ് ന്യൂക്ലിയസ്. ഇതാണ് വേറൊരു പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെന്താണ് ഈ മിയോസിസ് 2 കഴിയുമ്പോൾ നമുക്ക് 4 ഹാപ്ലോയിഡ് സെൽസ് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മൈറ്റോസിസ് എന്ന് പറയുന്നത് നടക്കണമെങ്കിൽ DNA റെപ്ലിക്കേഷൻ എസ്പേസിൽ നടക്കണം. പിന്നെ DNA റെപ്ലിക്കേഷൻ കഴിഞ്ഞു, ന്യൂക്ലിയർ ഡിവിഷൻ ഇല്ല, അതിനാണ് എൻഡോമൈറ്റോസിസ് എന്നറിയപ്പെടുന്നത്. DNA റെപ്ലിക്കേഷൻ കഴിഞ്ഞു, എന്നിട്ട് എന്താണ് സെൽ ഡിവിഷൻ ഇല്ല, അതിനെ നമ്മൾ പോളിറ്റണി എന്നറിയപ്പെടുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സെൽ സൈക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ സൈഡിൽ കാണാൻ ബെൽ ഐക്കൺ കൊണ്ട് പ്രസ് ചെയ്യുക. ടാറ്റ.